വചനം തിരുവചനം മാനവരക്ഷാവചനം ഹൃദയങ്ങളെ ഒരുങ്ങിയിടുക വചനത്തെ എതിരേൽക്കാൻ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരനെ, യുവാക്കളെ, കുട്ടികളെ, നമുക്കറിയാം ഈ ലോകം ഒരു യുദ്ധക്കളമാണ്. യുദ്ധക്കളത്തിൽ കഴിഞ്ഞ നാളുകളിൽ അല്ലെങ്കിൽ ബൈബിളിൻ്റെ ആദ്യ ചരിത്രം തൊട്ട് ആ യുദ്ധക്കളത്തിൽ മനുഷ്യൻ തോറ്റുകൊണ്ടിരുന്നു, പിശാചിനോട് ചേർന്നുകൊണ്ട്. ആദ്യ മാതാപിതാക്കൾ തന്നെ ദൈവം പറയുന്നത് അനുസരിക്കാതെ തിന്മ പറയുന്ന, പിശാച് പറയുന്ന, സർപ്പം പറയുന്ന അനുസരിച്ച് അങ്ങനെ ദൈവരാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോടുകൂടി ഈ ലോകം ഒരു യുദ്ധക്കളത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക യുദ്ധക്കളത്തിലാണ്. നമ്മൾ പലപ്പോഴും യുദ്ധം ചെയ്യുന്നുണ്ട്, മനുഷ്യൻ തോൽക്കുന്നുണ്ട്. അതുകൊണ്ട് തോൽവി തിരിച്ചറിഞ്ഞ ദൈവം ആ തോൽവിയിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായിട്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ അത് കാണുന്നുണ്ട്. യേശു ക്രിസ്തു പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ദൈവമക്കൾക്കെതിരെ പൊരുതുന്ന അല്ലെങ്കിൽ നന്മയ്ക്കെതിരെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിനെതിരെ പൊരുതുന്ന തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ടാർഗറ്റ്. ദൈവത്തിൻ്റെ തിന്മയുടെ ശക്തികളെ മോചിപ്പിച്ച്, തിന്മയുടെ ശക്തികളിൽ നിന്നും ദൈവമക്കളെ മോചിപ്പിച്ച് അവരെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുക എന്നുള്ളതായിരുന്നു ദൈവപുത്രൻ്റെ ദൗത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യോസ്യരുടെ ലേഖനത്തിൽ, ഒന്നാമത്തെ ലേഖനത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ 11:24 തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നുണ്ട്, പുതിയ ഉടമ്പടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിലും 26-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിലും അത് പറയപ്പെടുന്നുണ്ട്. കൊരിന്ത്യോസ്യർക്ക് എഴുതിയ ലേഖനം 11:24 പ്രകാരം പറയാണ്, കൃതജ്ഞത അർപ്പിച്ചതിന് ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. പുതിയ ഉടമ്പടിയുടെ രക്തവും പുതിയ ഉടമ്പടിയുടെ ശരീരവുമായിട്ടാണ് നമുക്ക് നൽകി. എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, മനുഷ്യ ശരീരത്തിൽ ദൈവം വസിച്ചാൽ മാത്രമേ ദൈവത്തിന് തിന്മയുടെ ശക്തികളോട് യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മളിവിടെ കാണുന്നത്, യേശു കടന്നു വന്നപ്പോൾ എന്തുണ്ടായി? ജെറുസലേം അല്ലെങ്കിൽ യൂദ, ജെറുസലേം, ഇദുമയ, ജോർദാൻ, അതുപോലെ തന്നെ ടയർ എന്നീ പ്രദേശങ്ങളിലെല്ലാം ഈശോ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടപ്പോൾ, രോഗികളിൽ നിന്ന് തിന്മകൾ വിട്ടുപോയപ്പോൾ, രോഗികളിൽ നിന്ന് രോഗപീഠകൾ വിട്ടുപോയപ്പോൾ അവനെ ഒന്ന് സ്പർശിക്കുക, അവനെ ഒന്ന് കാണുക, അവനെ ഒന്ന് തൊടുക, അവൻ്റെ ഒന്ന് വചനം കേൾക്കുവാൻ വേണ്ടിയാണ് അവർ ഓടി അവൻ്റെ അടുത്തെത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ട്, എന്താ, അവൻ കൊടുത്ത രോഗശാന്തി മൂലം, രോഗസൗഖ്യം മൂലം ആ ദേശത്തുള്ള എല്ലാ രോഗികളെയും എവിടേക്ക് എത്തിച്ചു? അവർ യേശുവിൻ്റെ സമീപത്തിലേക്ക് എത്തിച്ചു. അതുകൊണ്ടാണ് തൊട്ടടുത്ത് വരുന്ന വചനത്തിൽ പറയുകയാണ്, അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ അവൻ്റെ മുമ്പിൽ വീണ് നീ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയും, ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയും. ഹല്ലേലൂയ. അതുകൊണ്ട് തൊട്ടടുത്ത വചനത്തിൽ ഈശോ പറയാണ്, ഈശോ ചെയ്യുന്ന കാര്യം, തന്നോട് കൂടി ആയിരിക്കുവാൻ വേണ്ടി അവൻ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് അവരോട് പറയുന്ന ഇപ്രകാരമാണ്, തന്നോടുകൂടി ആയിരിക്കുവാനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുകളെ ബഹിഷ്കരിക്കുന്നതിനും അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെയും നിയോഗിച്ചു. ഹല്ലേലൂയ. തുടർന്ന് 6:12 ലൂക്ക 6:12 നമ്മൾ കാണുന്നുണ്ട്, അവരെ ആ കൃപ കൊടുത്തിട്ട് അയക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ഒന്ന്, തന്നോട് കൂടി ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം. ഹല്ലേലൂയ. ഇരിക്കാൻ തയ്യാർ. നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സമയമുണ്ട്, അല്ലേ?
ബാക്കി എല്ലാ കാര്യങ്ങളും 24 മണിക്കൂറിൽ ഒരു 15-20 മിനിറ്റ് ജപമാല ചൊല്ലുന്നതൊഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ പ്രവർത്തന നിരതരാണ്. സ്നേഹമുള്ളവർ, ഇന്ന് കുടുംബത്തിൽ പൈശാചികമായിട്ടുള്ള പീഡകൾ വർദ്ധിച്ച് ഇന്ന് വീട്ടിൽ CCTV വെച്ച വീടുകളുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ തമ്മിലുള്ള സമ്പർക്കം ബന്ധം തിരിച്ചറിയാൻ വേണ്ടി വീടുകളിൽ പോലും CCTV വെച്ചിട്ടുണ്ട്. ഒരു ദിവസം ഇവിടെ ഞാൻ പ്രസംഗിച്ച് ഇറങ്ങി വന്നപ്പോൾ ഒരു സഹോദരൻ പറയാം, ഇന്ന് അച്ഛൻ പറഞ്ഞത് എല്ലാം എന്നെക്കുറിച്ചാണ് അച്ഛൻ. ഞാൻ ചോദിച്ചു, എന്താണ്? എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് അച്ഛൻ എന്ന് പ്രസംഗിച്ചത്. അല്ലേലിയാം. ജീവിത പങ്കാളിക്ക് ചേച്ചിക്ക് ചേട്ടനോട് ഒരു അസ്വസ്ഥതയാണ്. ചേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന്. അതുകൊണ്ട് ചേച്ചി പുറത്തു പോയാൽ ചെയ്യുന്നത് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ CCTV എടുത്ത് നോക്കും ചേട്ടൻ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അല്ലേലിയാ. ആ മനുഷ്യൻ പറയാം, എന്നിട്ട് എന്നോട് ചോദിക്കില്ല, അവിടെ വന്ന പണിക്കാരോട് ചോദിക്കും, നീ എവിടെയായിരുന്നു, നീ എവിടെ പോയി, എപ്പോൾ പോയി എന്ന് ചോദിക്കും. അത് അവർ പണി കഴിഞ്ഞ് വീട്ടിൽ പോയാൽ വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കും. സ്നേഹമുള്ളവരെ, ഒരു കുടുംബ ബന്ധത്തിൽ, ഒരു വിവാഹ ജീവിതത്തിൽ ഒരു വ്യക്തിയാണ് ഭാര്യ ഭർത്താക്കന്മാർ, ഒരു വ്യക്തിയാണ്. ആ വ്യക്തികളെ 2 വ്യക്തികളായിട്ട് ഭിന്നിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ കടന്നു വരുന്ന ശക്തി ഏതാണെന്ന് വെച്ചാൽ ആ ശക്തിയെയാണ് നമ്മൾ പറയുന്നത് പിശാചാണ്. അല്ലേലിയാ. 2 വ്യക്തികൾ. കാരണം എന്താ? കർത്താവ് 2 ആളെ യോജിപ്പിച്ചത് വിശുദ്ധ കൂദാശ വഴിയാണ്. വിവാഹം എന്ന കൂദാശയും വിശുദ്ധ കുർബാന എന്ന കൂദാശയും. വിവാഹം എന്ന കൂദാശ പരികർമ്മം ചെയ്ത് കഴിയുമ്പോൾ അവർ നിലനിൽക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈശോയുടെ തിരു ശരീരവും തിരു രക്തവുമാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് CCCയും വർത്തിക്കാൻ കൗൺസിലും പറഞ്ഞ് അത് ഉറവിടവും ഉച്ചകോടിയുമാണ്. വിവാഹം കഴിച്ച കണ്ട് വിട്ടാൽ മതി, പോരാ, അവർക്ക് തിരു ശരീരവും തിരു രക്തവും കൊടുക്കണം. അല്ലേലിയാം. സീറോ മലബാർ സഭ, സീറോ മലങ്കര സഭ, ലത്തീൻ സഭകളിലെല്ലാം വിവാഹ ആശീർവാദത്തോടു കൂടി വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യും. അല്ലേലിയാം. കാരണം കുർബാനയാണ് അവൻ്റെ ഉറവിടവും ഉച്ചകൂടി. ശക്തിയുടെ കേന്ദ്രം എന്താണെന്ന് വെച്ചാൽ മനുഷ്യ ജീവിതത്തിൽ, ക്രൈസ്തവ ജീവിതത്തിൽ ശക്തിയുടെ ഒരു മനുഷ്യൻ്റെ ശക്തി കേന്ദ്രം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ശക്തി കേന്ദ്രം എന്താണ്? പരിശുദ്ധ കുർബാനയും തിരു രക്തവും തിരുശരീരവുമാണ്. ആ കുർബാന കൂടാതെ, കുർബാനയുടെ തിരുശരീരം സ്വീകരിക്കാതെ ഒരിക്കലും അവർക്ക് ഒന്നിച്ച് നിലനിൽക്കാൻ, ഒന്നിച്ച് യോജിച്ച് നിലനിൽക്കാൻ, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, ഒന്നിച്ച് മുട്ടുകുത്താൻ, ഒന്നിച്ച് വചനം വായിക്കാൻ അവർക്ക് അല്ലെങ്കിൽ അപ്പോൾ ജീവിത പങ്കാളി വിശുദ്ധ കുർബാനയിൽ നിന്ന്, കൂദാശകളിൽ നിന്ന് അകന്നാൽ അവന് യോജിക്കാൻ പറ്റാത്തത് ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഇല്ല. അല്ലേലിയാം. ഈശോ എത്രയോ വചനങ്ങൾ പറയുന്നുണ്ട്. അത് ആയിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ചിലപ്പോൾ മക്കൾ പറയും, ഇന്നത് ചെയ്തു തന്നില്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്യും. ആത്മഹത്യ ചെയ്യുന്ന പിള്ളേർ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറയാം. ആത്മഹത്യ പറയുന്ന ഒരു കൊച്ച് അത് ഒരു ദുരാത്മാവാണ് പറയുന്നത്, അശുദ്ധാത്മാവാണ് പറയുന്നത്. കാരണം ഒരു കൊച്ച് എപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ നിരാശനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ കൃപയില്ലെന്നാണ്. അല്ലേലിയാ. എനിക്കിത് തയ്ച്ചു തന്നില്ലെങ്കിൽ, എനിക്ക് വാഹനം മേടിച്ചു തന്നില്ലെങ്കിൽ, എനിക്ക് കല്യാണം നടത്തി തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ടൂറ് വിട്ടില്ലെങ്കിൽ, എന്നെ ഇന്ന സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ, ഇന്ന സബ്ജക്റ്റ് പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു കൊച്ചു പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ അഭിഷേകത്തിലല്ല, അവൻ കൃപയിലല്ല, അവൻ ചൈതന്യത്തിലല്ല, അവൻ ഏതോ ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ടവനാണ്. അല്ലേലിയാ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരോട് പറയുന്നത്, നിങ്ങൾ വചനം പറയുക. വചനം പറയുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ തിന്മ വിട്ടുപോകും, അന്ധകാര ശക്തി വിട്ടുപോകും. അല്ലേലിയാ. അശുദ്ധ ശക്തികൾ വിട്ടുപോകും. വചനത്തിലൂടെയുള്ള സൗഖ്യവും. മൂന്നാമത്തെ കാര്യമാണ് അതെന്താണ്? പിശാചിനെ ബഹിഷ്കരിക്കുക എന്നുള്ളത്. 1 ആയിരിക്കുക, 2 പ്രസംഗിക്കുക. നമ്മളിന്ന് വചനം പഠിക്കണം. ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വചനമുണ്ട്. 3-ാമത്തെ അധ്യായം 13-ാമത്തെ തിരുവചനമാണ്. അതിൽ പ്രകാരം പറയാണ്, ജനത്തിന് വേണ്ടി മാത്രമല്ല അഭിഷക്തർക്ക് വേണ്ടിയും യുദ്ധം ചെയ്യുന്ന ദൈവം ഇറങ്ങി വരുന്ന ഒരു വചനമാണ്. പ്രകാരം പറയാണ്, തൻ്റെ ജനത്തിനും തൻ്റെ അഭിഷക്തനും വേണ്ടി അവിടുന്ന് മുന്നേറി ദുഷ്ടൻ്റെ ഭവനം തകർത്തു, അവൻ്റെ അടിത്തറ അനാവൃതമാക്കി. അല്ലേലിയാ.
ഹല്ലേലൂയ. ഒന്ന് ഏറ്റു പറയാം. അങ്ങയുടെ ജനത്തിന്റെയും അങ്ങയുടെ ജനത്തിന്റെയും അങ്ങയുടെ അഭിഷേകത്തിന്റെയും അങ്ങയുടെ അഭിഷിക്തന്റെയും രക്ഷയ്ക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി അങ്ങ് മുന്നേറി അങ്ങ് ദുഷ്ടന്റെ അങ്ങ് ദുഷ്ടൻ ഭവനം തകർത്തു, ഭവനം തകർത്തു, അതിന്റെ അടിത്തറ അതിന്റെ അടിത്തറ അനാവൃതമാക്കി. അനാവൃതമാക്കി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങയുടെ ജനത്തിന്റെയും അങ്ങയുടെ ജനത്തിന്റെയും അങ്ങയുടെ അഭിഷേകത്തിന്റെയും അങ്ങയുടെ അഭിഷിക്തന്റെയും രക്ഷയ്ക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് മുന്നേറി അങ്ങ് മുന്നേറി അങ്ങ് ദുഷ്ടന്റെ അങ്ങ് ദുഷ്ടന്റെ ഭവനം തകർത്തു, ഭവനം തകർത്തു, അതിന്റെ അടിത്തറ അതിന്റെ അടിത്തറ അനാവൃതമാക്കി. അനാവൃതം. നിങ്ങൾ വായിച്ചിട്ട് എന്ത് തോന്നുന്നുണ്ട് ഈ വചനത്തിൽ? ഹല്ലേലൂയ. ഇപ്രകാരം പറയാണ്, വചനം പറയാണ്, ആദ്യം ചെയ്യുന്നത് ദൈവം പറഞ്ഞ തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം ഇറങ്ങി വരിക. രണ്ടാമത്തേത് തൻ്റെ അഭിഷക്തര് യുദ്ധം ചെയ്യുമ്പോൾ അഭിഷക്തരെയും സഹായിക്കാൻ ജനത്തെയും സഹായിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് എന്ത് ചെയ്യാണ്? അവർക്ക് വേണ്ടി ദൈവം പടപൊരുതുകയാണ്. ആരോട്? പിശാച്. ഹല്ലേലൂയ. തൻ്റെ ജനത്തിനും തൻ്റെ അഭിഷേകത്തിനും വേണ്ടി അവിടുന്ന് മുന്നേറി എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു. നമ്മളല്ല യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. 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 നമ്മളല്ല യുദ്ധം ചെയ്തത്. ഒരു കൊച്ചോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ആളുകളോ നമുക്കെതിരെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഒറ്റ കാര്യമാണ്, വചനങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഈശോ ഓരോ പിശാചിനെയും ബന്ധിക്കുമ്പോൾ ഓരോ വചനങ്ങളാണ്, വ്യത്യസ്തമായ വചനങ്ങൾ ഉപയോഗിക്കുന്നത്. അല്ലേ? ആണോ? ഹല്ലേലൂയ. അതെന്താ? ഈശോയ്ക്ക് അറിയാം ഈ പിശാച് വിട്ടുപോകണമെങ്കിൽ, ഈ അന്ധകാര ശക്തി വിട്ടുപോകണമെങ്കിൽ ഈ വചനം ഉച്ചരിച്ചാണ്. നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും വിധത്തിൽ പറയാണ് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട വചനം ഏതാണെന്ന് വെച്ചാൽ യോഹന്നാൻ 10:10. അല്ലെങ്കിൽ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളം വരുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനും. ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 20-ാമത്തെ തിരുവചനം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 20-ാമത്തെ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മാനസികമായിട്ട് പേടിപ്പിക്കുക, അല്ലെങ്കിൽ അവനെ ഡിപ്രഷനിലേക്ക് കൊണ്ടുവരിക, ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അത് പിശാചിൻ്റെ പദ്ധതിയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, പക്ഷികളെ എന്ന പോലെ മനുഷ്യരെ കുരുക്കിലാക്കുന്ന നിങ്ങളുടെ മന്ത്രച്ചരടുകൾക്ക് ഞാൻ എതിരാണ്. അവ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചു കളയും. നിങ്ങൾ വേട്ടയാടപ്പെടുന്ന മനുഷ്യരെ പക്ഷികളെ പോലെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. നമ്മൾ വേട്ടയാടുന്ന തിന്മയുടെ ശക്തികളെ എന്താ ചെയ്യും? ദൈവം ചെയ്യുന്നത് പക്ഷികളെ പോലെ സ്വതന്ത്രരാക്കി വിടും. ഹല്ലേലൂയ. നമ്മളൊരു കൂട്ടിൽ പക്ഷീനെ പിടിച്ചിട്ടാൽ എന്തുണ്ടാവും? കൂട് തുറന്നു കഴിഞ്ഞാൽ പക്ഷി ചാടി. കൂടെ എപ്പോഴാണ് തുറക്കുന്നതെന്ന് വിചാരിച്ച് പക്ഷി എന്ത് ചെയ്യും? കാത്തിരിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഷ്ടൻ എന്ന് പറഞ്ഞ വിശ്വാസത്തിൽ നിന്നും, ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് കൂദാശകളെ നകന്നു ജീവിക്കുമ്പോൾ നമ്മൾ ദുഷ്ടൻ്റെ വലയത്തിലേക്ക് പോവുകയാണ്, അന്ധകാര ശക്തിയുടെ വലയത്തിലേക്ക് പോവുക. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ വചനങ്ങൾ, പല വചനങ്ങളുണ്ട്, ഡെലിവറൻസിൻ്റെ പല വചനങ്ങളുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 പറയുന്നുണ്ട്, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നീ ശാന്തമായിട്ടിരിക്കുക. അല്ലേ? ശാന്തമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നല്ല, ശാന്തമായിരിക്കുന്ന വെറുതെ ഇരിക്കുക എന്നല്ല. ശാന്തമായിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥന നിരതരായിട്ടിരിക്കുക. ഔസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ പല പൈശാചിക പീഡങ്ങളുണ്ട്, പല പൈശാചിക പീഡം. ഇപ്രകാരം പറയാണ്, ഔസേപ്പിതാവ് വിശുദ്ധനാണെന്ന് അറിഞ്ഞതുകൊണ്ട് ആ ദേശത്തെ യുവാക്കൾ അവനെ പീഡിപ്പിക്കുമായിരുന്നു. പല വിധത്തിലുള്ള തേറി അങ്ങനെയുള്ള മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞവനെ, ഇല്ലാത്ത വചനങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പീഡിപ്പിക്കുമായിരുന്നു. ഹല്ലേലൂയ. അപ്രകാരം പറയാം, അങ്ങനെ അവന് വലിയ ബുദ്ധിമുട്ട് വന്നു. പക്ഷേ അവനെല്ലാം എങ്ങനെ നേരിട്ടു എന്ന് വെച്ചാൽ പ്രകാരം പറയാണ്, എല്ലാം ശാന്തമായിട്ട് ഹൃദയത്തിൽ വെച്ചിട്ട് ദൈവത്തിന് സമർപ്പിക്കും. കാരണം എന്താ? ദൈവത്തിന് സമർപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവമാണ് യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് ഇറങ്ങി യുദ്ധം ചെയ്യുന്നത്. ഹല്ലേലൂയ. ആ പറയുന്ന വാക്കുകൾ, ഒരു കുടത്തിൻ്റെ വായ അടയ്ക്കാൻ പറ്റും, പക്ഷേ ഒരു മനുഷ്യൻ്റെ വായ അടയ്ക്കാൻ 7, 10, 15 യുവാക്കൾ വന്ന് ഔസേപ്പിതാവിനെ പറയുമ്പോഴോ അടയ്ക്കാൻ പറ്റുമോ? ഈ വായ അടയ്ക്കുന്നത് ആരായിരിക്കും? ദൈവമായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തോട് അവൻ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അവൻ വരുമ്പോൾ
കാണുന്ന ഒരു കാര്യം, അപ്പം വന്ന് അവരെ നേരിടാൻ നോക്കുന്നുണ്ട്. അവൻ പറഞ്ഞു ശാന്തമായിരിക്കുക, കർത്താവ് ഇറങ്ങി യുദ്ധം ചെയ്യും. അല്ലേലൂയ. നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. അപ്പൻ വന്ന് അവരെ നേരിടാൻ പോകുമ്പോൾ അസപിതാവ് പറയുന്നത്, അപ്പച്ചാ ശാന്തമായിട്ടിരിക്കുക, ദൈവത്തിൻ്റെ ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുക. ശാന്തമായി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയവേദനകൾ, ഹൃദയത്തിൻ്റെ ദുർബലങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് അവരോട് യുദ്ധം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ 2 മക്കബർ 8:18 പറയുന്നുണ്ട്, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലതലം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന ഇങ്ങനെയുള്ള വചനങ്ങൾ ഒരു പ്രാവശ്യമില്ല, ഞാൻ പറയുമ്പോഴല്ല ചൊല്ലേണ്ടത്, പല ആവർത്തി ഒരു ദിവസം ചൊല്ലണം. ചൊല്ലുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ തിന്മയുടെ ശക്തികൾ നമ്മളിൽ നിന്നോ നമ്മുടെ കുടുംബത്തിൽ നിന്നും വിട്ടുപോകും. ഹല്ലേലൂയ. നമ്മുടെ വീടിൻ്റെ സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഏത് ചൊല്ലണം? 2 മക്കബർ 3:39 ചൊല്ലണം. 3:39. അല്ലേലൂയ. ഇഷ്ടംപോലെ ഡെലിവറൻസിൻ്റെ വചനങ്ങൾ നൽകിയിട്ടുണ്ട് കർത്താവ്. അല്ലെങ്കിൽ വീട്ടിൽ പാമ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇഴജന്തുക്കളുടെ ആക്രമണം കൊണ്ട് തേള്, പഴുതാര അല്ലെങ്കിൽ ശല്യങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൂക്കാ 10:19 ഉച്ചരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വയറ് സംബന്ധമായ രോഗങ്ങളുണ്ട്, ഏതെങ്കിലും ബലിവസ്തു അറിയാതെ കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മർക്കോസ് 3:25-27 ചൊല്ലണം. ഹല്ലേലൂയ. കാരണം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഭക്ഷപദാർത്ഥങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെ ഏലസിലൂടെ സാധനങ്ങൾ വരാം. അതുകൊണ്ട് ഈശോ പറയുന്നു, ഈശോ കാണിച്ചു കൊടുക്കുക മാത്രമല്ല അപ്പസ്തോലന്മാരെ പഠിപ്പിക്കുക കൂടി ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കക്കാർ, നിങ്ങളുടെ ജ്യേഷ്ഠ അനിയന്മാർ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ, അല്ലെങ്കിൽ അപ്പനും അമ്മയും ഭിന്നിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കുട്ടികൾ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ തിന്മയുടെ ശക്തികൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും. അന്ധകാര ശക്തികൾ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകും. പൈശാചിക പീഡകൾ കുടുംബത്തിന് വിട്ടും. ഹല്ലേലൂയ. വചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ വചനം വായിക്കുന്നവരാണ്, വചനം എഴുതി പഠിക്കുന്നവരാണ്. പക്ഷേ വചനം വായിച്ച് ചൊല്ലാറുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നിരന്തരമായിട്ട് വീട്ടിൽ പനി വരാണെങ്കിൽ ഇത് 10:16-17 മത്തായി 8:16-17 ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരു 50-100 തവണ ഉച്ചരിച്ച് പ്രാർത്ഥിച്ചാൽ ആ ശരീരത്തിൽ നിന്നും ആ രോഗം വിട്ടുപോകും. ഇവിടെ മാറാതെ ഹോസ്പിറ്റൽ 5 മാസമായിട്ട് മണ്ണാർക്കാട് ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു കുടുംബം, അപ്പൻ ഇവിടെ വന്നു. ഒരു യുവാവാണ്, അവൻ കാസ സംഘടനയിൽപ്പെട്ട ഒരു പയ്യനാണ്. അവനവിടെ വന്നു, മകനെ ആസ്പത്രിയിൽ കൊണ്ട് 5 മാസമായിട്ട്. ഞാൻ പറഞ്ഞു നിന്നെ വചനങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവൻ പോയി പ്രാർത്ഥിച്ചു. 2ാമത്തെ ദിവസം മകനെ ഡിസ്ചാർജ് ചെയ്തു വിട്ടു. ഈ കല്ലേക്കാട് ചക്കന്തറ ഇടവയിൽ നിന്നും ഒരു പയ്യനെ ആസ്പത്രിയിൽ കിടന്നിട്ട് മാറാതെ ഇരുന്ന് ഇവിടെ കൊണ്ടുവന്നു. അവനെ മാസ്ക് ധരിപ്പിച്ച കൊണ്ടുവന്ന് ശരീരത്തിൽ വിട്ടുമാറാത്ത പനി. ഞാൻ അവനെ കണ്ടു, ശുശ്രൂഷയിൽ പങ്കെടുത്തു. അവൻ പോകുമ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്നും ആ രോഗം വിട്ടുപോയി. അതിനുശേഷം ആ പനിയോ ആ ജലദോഷമോ വന്നിട്ടില്ല. നമുക്ക് അസുഖം വന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ ഓടി ഹോസ്പിറ്റലിൽ പോകും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലണം. ദൈവമാണ് സൗഖ്യം നൽകും, ഒരുപക്ഷെ മരുന്നിലൂടെ അല്ലെങ്കിൽ നേരിട്ട്. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ ആദ്യമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ദൈവം ഇറങ്ങി വന്ന് യുദ്ധം ചെയ്യും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ പറയും, ജോഷുവയെ ശക്തനും ധീരനുമാക്കുക. ആര്? മോസസ് കാനാൻ ദേശത്തിലേക്ക് എത്തില്ല എന്ന് ദൈവം അവനോട് പറഞ്ഞതുകൊണ്ട് അവൻ മരിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ ചെയ്യുന്നൊരു കാര്യപ്രകാരമാണ് ജോഷുവയെ വിളിച്ച് അവന് ശക്തനും ധീരനുമാക്കി അവനെ തൻ്റെ അധികാരം കൈമാറ്റം ചെയ്യപ്പെടുവാൻ പോവുക. 2-3 പ്രാവശ്യം പറയുന്നതാണ്, നീ ശക്തനും ധീരനുമാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള വചനങ്ങളും നമ്മൾ ഉച്ചരിക്കണം. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ, കുടുംബത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നീ ശക്തനും ധീരനുമാണ്. മോസസ് പറഞ്ഞു, എനിക്ക് മുമ്പേ നീ ഇറങ്ങണം, എനിക്ക് മുമ്പേ നീ യുദ്ധം ചെയ്യാൻ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ഇറങ്ങി യുദ്ധം ചെയ്യുമ്പോൾ തിന്മയുടെ ശക്തികൾ വിട്ടുപോകും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയാണ്,
എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബേ, എൻ്റെ സ്നേഹിതനായ അബ്രാഹത്തിന്റെ സന്തതി, നീ എൻ്റെ ദാസനാണ്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. തെരഞ്ഞെടുത്താൽ ഒരു ഗുണമുണ്ട്, ഒരിക്കലും ദൈവം ഉപേക്ഷിക്കുകയില്ല, മറന്നു കളയില്ല. ദൈവം കൂടെ ഉണ്ടാവും. നീ എൻ്റെ ദാസനാണ്, ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു. വിദൂര ദിക്കുകളിൽ നിന്നും ഞാൻ നിന്നെ വിളിച്ചു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട. പക്ഷെ നമ്മുടെ ജീവിത സ്വത്ത് എന്താണ്? ഭയപ്പാടാണ്. എന്ത് കാര്യം വന്നാലും വിശ്വാസമല്ല, പേടിയാണ്. രണ്ടാമത് പറയാണ് സംഭ്രമിക്കേണ്ട. എന്ത് വന്നാലും എന്തായിരിക്കും? എന്താ വരുന്നുണ്ട് കേട്ടോ എന്നാണ്. വിശ്വാസമാണോ? കർത്താവ് പറയും സംഭ്രമിക്കേണ്ട, സംഭ്രമിക്കരുത്. കാരണം ഒരു പിശാചിൻ്റെ അടുത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുക, കർത്താവ് നമ്മെ വേർതിരിച്ചിരിക്കുക, കർത്താവ് നമ്മെ ചേർത്ത് നിർത്തിയിരിക്കുക. മാത്രമല്ല കർത്താവിൻ്റെ ശരീരവും രക്തവും ഓരോ ദിവസം നമ്മൾ ഭക്ഷിക്കുകയാണ്. അല്ലെങ്കിൽ ആഗനസിൻ്റെ തിരുനാൾ. ആഗനസ് ജനിച്ചു വീണപ്പോൾ തന്നെ അവൾക്കൊരു ആഗ്രഹമുണ്ടായി. എന്ത്? കർത്താവിനെ മണവാളനായിട്ട് സ്വീകരിച്ചു. അല്ലേ? നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് ഇറ്റലിയിൽ, റോമിൽ അവളെ ആകർഷിക്കാത്തവരാരുമില്ല, അവളുമായിട്ട് വിവാഹബന്ധം ആലോചിക്കാത്തവരാരുമില്ല. അവളെ ഇഷ്ടപ്പെടാത്തവരാരില്ല. അങ്ങനെ ആ ദേശത്തിൻ്റെ ഗവർണറുടെ മകൻ അറിയാണ് അവൾ വലിയ സുന്ദരിയായി കഴിയുമ്പോൾ അവളെ വിവാഹം ചെയ്യാൻ വേണ്ടി അവൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൾ പറഞ്ഞു, നിന്നേക്കാൾ മുമ്പ് ഞാൻ വേറൊരാളുമായിട്ട് വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾ പറയുകയാണെങ്കിൽ കർത്താവായിരിക്കില്ല, വേറെ പിള്ളേരായിരിക്കും. ഇത് അപ്പോൾ ഇവൻ അവൻ്റെ അപ്പച്ചനെ അറിയിക്കുകയാണ്. അപ്പച്ചൻ അന്വേഷിക്കുകയാണ്. അങ്ങനെ അപ്പച്ചൻ അന്വേഷിച്ച് കഴിയുമ്പോൾ അവളൊരു ക്രൈസ്തവയാണെന്ന് അറിയുമ്പോൾ അവന് എളുപ്പമാണ് എന്ത്? വിഗ്രഹങ്ങൾക്ക് ധൂപാർച്ചന നടത്താൻ അവളെ കൊണ്ടുപോവുകയാണ്. അവൾ പറഞ്ഞു, ചെയ്യില്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല, അന്യദേവനെ ഞാൻ ആരാധിക്കില്ല. അല്ലേ അങ്ങനെ ദേവനെ ആരാധിക്കുക വരുമ്പോൾ അവൾ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ അവൾ ഒരിക്കൽ പോലും പറഞ്ഞു, ഞാൻ അന്യദേവനെ ഞാൻ ആരാധിക്കില്ല, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും സത്യദൈവത്തെ മണവാളനായിട്ട് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ഗവർണർ ഉടൻ തന്നെ ഓർഡർ ഇട്ടു, അവിടെ വസ്ത്രം മാറ്റുക, നഗ്നയാക്കി മാറ്റുക. നമുക്കറിയാം കണ്ടമാനിലും യുപിയിലൊക്കെയും ക്രൈസ്തവരെ നഗ്നരായിട്ട് കൊണ്ടുപോയതിൻ്റെ അതൊരു പൈശാചികമായ പീഡയാണ്. എന്ന് പറഞ്ഞാൽ നഗ്നരാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവൻ എന്ത് ചെയ്യും? വേണ്ട, ഞാൻ സമ്മതിക്കാമെന്ന്. വീട്ടിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിയുമ്പോൾ പിള്ളേർ പറയുകയാണ്, അല്ലെങ്കിൽ ഭർത്താവ് പറയുകയാണ്, ഭാര്യ പറയുകയാണ്, ഞാൻ ഇന്നത് ചെയ്യുന്നു പറഞ്ഞാൽ വീട്ടിലെ അംഗങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? കോംപ്രമൈസിന് പോകും. കോംപ്രമൈസ് എന്താ? നീ പറയുന്നത് ശരി, ചെയ്തു തരണം, മിണ്ടരുത്, അനങ്ങരുത്, ആത്മഹത്യ ചെയ്യരുത്. അങ്ങനെയല്ലേ പറയുന്നത്? ആണോ? ഒരു വാഹനം മേടിച്ചു തരണം, തന്നില്ല ഞാൻ ഇറങ്ങിപ്പോവും. നീ 2 ദിവസം പറഞ്ഞിട്ട് അവൻ മാറുന്നില്ലെങ്കിൽ നീ വാഹനം മേടിച്ചു തരാൻ വേണ്ടാതിരുന്നാൽ മതി, സ്വസ്ഥത ഉണ്ടാക്കിയാൽ മതി. സ്വസ്ഥത. കഴിഞ്ഞ ദിവസം ചേട്ടൻ വന്ന് എന്നോട് പറയാണ്, അച്ഛാ ഞാനെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ അച്ഛൻ വിചാരിച്ചോ അതെൻ്റെ കുടുംബാംഗങ്ങൾ ഭാര്യ കൊന്നതാണ്. ചേട്ടൻ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് തലയിൽ തൈയിട്ട് പ്രാർത്ഥിക്കാമോ? ഞാൻ പ്രാർത്ഥിക്കാം. അതിനുമുമ്പ് ചേട്ടൻ പറഞ്ഞു 10 മിനിറ്റ് എനിക്ക് വിവരിക്കാനുണ്ട്. 40 കൊല്ലമായി കഴിഞ്ഞിട്ട്, കല്യാണം കഴിഞ്ഞിട്ട്. അവൾ എവിടെയൊരു ജോലിക്ക് പോയി. ഇപ്പോൾ 55 വയസ്സായി, 50 വയസ്സായി. തിരിച്ചു വന്നപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ടപ്പോൾ കയറി വന്നപ്പോൾ തൊട്ട് നിന്നെ കെട്ടിയെടുത്ത് അന്ന് തുടങ്ങിയതാണ് എൻ്റെ ഭർത്താവിനോട് പറയാം. ആ പാവം മനുഷ്യൻ 5-6 വർഷം ഈ പെണ്ണ് വീട് വിട്ട് പിള്ളേരെ നോക്കാതെ പോയിട്ട് ആ പിള്ളേരെ നോക്കി എല്ലാം ചെയ്തിട്ട് അവസാനം പണി കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞൊരു തിന്മയുടെ ശക്തിയാണ്. അല്ലെങ്കിൽ അപ്പോൾ അവൻ പറയാം, അച്ഛ ഒന്നെങ്കിൽ ഭക്ഷണത്തിലൂടെ കൊല്ലും, ഇല്ലെങ്കിൽ എൻ്റെ മുറി കയറി കൊല്ലും. എനിക്ക് പേടിയാ അച്ഛ, ഭയമാണ്. ഞാൻ പറഞ്ഞു പെണ്ണിൻ്റെ വീട്ടുകാരോട് പറയുമ്പോളേ ഒരു ഗുണമില്ല. അങ്ങനത്തെ കുടുംബ അല്ലേ? അങ്ങനത്തെ കുടുംബ അല്ലേ? നിങ്ങൾ കേൾക്കുമ്പോൾ രസമായിട്ട് ഉണ്ടായി അവൻ്റെ കണ്ണീന്ന് കണ്ണുനീരൊഴുക.
അതിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുക. അച്ഛാ 19 വർഷമായിട്ട് ജോലി ചെയ്ത് ഞാൻ സ്വത്തൊക്കെ സമ്പാദിച്ചു, എനിക്ക് 2-3 വീടുണ്ട്, ഞാനിപ്പോൾ 15 സെൻറ്റ് പാലക്കാട് മേടിച്ചിട്ടുണ്ട് ഫാദർ, വീട് പണിയാൻ പോവാണ്. പക്ഷേ അവൾക്ക് അതൊന്നും തൃപ്തിയല്ല. ലാഭിഷായിട്ട് ജീവിക്കാൻ പൈസ കൊടുക്കണം. അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ നിയന്ത്രണം ഇല്ലാതെ പോകുന്നത് ആരാണെന്ന് വെച്ചാൽ പെൺകുട്ടികളാണ്. എത്രയോ ചേട്ടന്മാർ വന്ന്, ചേട്ടന്മാരെല്ലാവരും നല്ലതാണെന്നല്ല പറയുന്നത്, പെൺകുട്ടികളാണ്. മനുഷ്യൻ്റെ കണ്ണുനീര് കണ്ടിട്ട് ദൈവമേ എന്നെ അച്ഛനാക്കിയത് നന്നായി. അല്ലേ? കാരണം എന്താ? എനിക്ക് കിടന്നുറങ്ങാം, എൻ്റെ മുറിയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊല്ലപ്പെടില്ല. എൻ്റെ ഭക്ഷണം ജോലിക്കാരുണ്ടാക്കി തരുന്നതുകൊണ്ട് ഞാൻ പേടിക്കേണ്ട, അതിൽ വിഷം ജോലി ചേച്ചി ചെയ്തതുപോലെ സൈനൈഡ് വെച്ചിട്ടുണ്ടാവില്ല. കാരണം എന്താ? കുടുംബ ബന്ധങ്ങളിൽ നിന്ന് തകർന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ട് ചെയ്യണം. ഇവിടെ കീഴ്പ്പെട്ടെന്നല്ല വാക്ക് ഉപയോഗിച്ചത്, വിധേയപ്പെട്ട്. വചനം അങ്ങനെ പറഞ്ഞ പൗലോസ്ലീഹ പറയുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ ബലഹീന പാത്രമാണ്, പക്ഷേ ജീവദായകമായ എല്ലാത്തിനും അവൾ അവകാശിയാണ്. ഇന്നെന്താണെന്ന് വെച്ചാൽ, ഇന്ന് 2 ആൾക്ക് ജോലിയുണ്ട്, 2 ആൾക്ക് സമ്പത്തുണ്ട്, അതുകൊണ്ട് വീട്ടിൽ ആരാണ് ഭരിക്കേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ചേച്ചി പറയും ഞാനാണ് വലുത്, ചേട്ടൻ പറയും ഞാനാണ് ഉടമ. ആ ഭിന്നത എവിടെ വരുന്നുണ്ടോ മക്കൾ ബ്രോക്കണായിട്ട് മാറും, തകർന്നു പോവും. അല്ലറിയാം. അതുകൊണ്ട് കുട്ടികളോ ഭർത്താവോ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു കോംപ്രമൈസിന് പോകരുത്. അതൊരു തിന്മയാണ്. കോംപ്രമൈസിന് പോയി എന്താ കുഴപ്പമെന്ന്? ഇത് ചെയ്തു കൊടുത്താൽ വീണ്ടും വീണ്ടും ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം എന്താ? ആ തിന്മ ഇറങ്ങിപ്പോകാതെ ഒരാൾ രക്ഷ പ്രാപിക്കില്ല. ഞാനത് പറയുന്നതിൻ്റെ കാരണം, അനേകർ വന്ന് രഹസ്യങ്ങൾ പറയുമ്പോൾ എൻ്റെ ദൈവമേ, കുടുംബങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുക, കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുക, മക്കൾ തകർന്നുകൊണ്ടിരിക്കുക. ചില പിള്ളേർ വരാ, ഞാൻ പോയി കണക്ക് പിടിച്ച് ഞാൻ കല്യാണം നടത്തും, ഇഷ്ടമുണ്ടെങ്കിൽ നടത്തിത്ത, ഇല്ലെങ്കിൽ ഞാൻ പോകും. അങ്ങനെ പോകുന്ന പിള്ളേരാണ് ഫോട്ടോ എന്ന് പറഞ്ഞു. ഒരു പയ്യൻ ഇവിടെ വന്നു, എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു. അവൻ വന്നത് വിഷയം ഇതാണ്, അവൻ്റെ വീട്ടിൽ 4 പെങ്ങന്മാരുണ്ട്. അവനെ കഷ്ടപ്പെട്ട് ഒരച്ഛൻ അവനെ പഠിപ്പിച്ചത്, അവൻ്റെ കഷ്ടപ്പാട് കണ്ട്, വീടിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് പഠിപ്പിച്ച് അവൻ വിദേശത്ത് പോയി ജോലിക്ക് നേടി, അവൻ വീടൊക്കെയും പണിത് മനോഹരമാക്കി. പെങ്ങന്മാരെ കല്യാണമൊക്കെ ആലോചിക്കാനിരിക്കുമ്പോഴാണ് പെങ്ങന്മാർ പറഞ്ഞ ഇതാണ്, അവൻ്റെ ഹൃദയം പൊട്ടിപ്പോയി. അവൻ പറയാ, അച്ഛാ ഞാൻ കഷ്ടപ്പെട്ട് പഷ്ണി കിടന്ന് അച്ഛന്മാരുടെ അടുത്ത് പോയി പഠിച്ച്, അവർ തന്ന പൈസ കൊണ്ട്, അവരെന്ന ഭക്ഷണം കൊണ്ട്, അവരെന്ന വസ്ത്രം കൊണ്ട് പഠിച്ച് ഞാൻ ഇന്ന് വിദേശത്ത് പോയി ജോലി നേടി വന്നപ്പോൾ പെങ്ങന്മാരോട് പറഞ്ഞപ്പോൾ പറയാണ്, എനിക്ക് ഒരാളെ സ്നേഹമാണ്, അത് ചേട്ടൻ നടത്തി തരണം, എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരണം. ചേട്ടൻ പറഞ്ഞു ഇത് ഇങ്ങനെ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാണ്, എനിക്ക് മാത്രമല്ല അടുത്ത ആക്കുമുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്രകാരമാണ്, ഇത് ചേട്ടൻ വന്ന് ഞങ്ങൾ സർവ്വസമ്പത്ത് നടത്തി തന്നെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പയ്യൻ വന്ന് ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ കൊച്ചിന് ഒരു മാരകമായ അസുഖം വന്നു. അവൻ പ്രാർത്ഥിച്ച് അവനതിൽ ആ കൊച്ചിന് സൗഖ്യം കിട്ടി. അപ്പം ഞാൻ പറഞ്ഞു നീ ചെയ്തു കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞ ഇപ്രകാരമാണ്, അച്ഛൻ പറഞ്ഞതാ കറക്റ്റ്. കാരണം അവരുണ്ടാക്കിയ ബന്ധം എന്ത് ചെയ്യണം? അവർ തന്നെ തീർക്കണം, അല്ലെങ്കിൽ അവർ തന്നെ ഉപേക്ഷിക്കണം. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് പറയണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ ജീസസ് തുത്യകാരനാണ്, ഞാൻ ക്രിസ്തുവിനെ അനുഭവിച്ചവനാച്ചാ. ഒരു പെൺകൊച്ചോ ഒരാൺകൊച്ചോ വിവാഹത്തിന് മുൻപ് മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധം വന്നാൽ അതിനാൽ തന്നെ ആ വ്യക്തി അശുദ്ധിയാണ്. അപ്പനോട് ചോദിച്ചു, അപ്പം പറഞ്ഞു നീ പറയുന്നത് ചെയ്യാം. കാരണം എന്താ? അപ്പൻ്റെ കയ്യിലൊന്നും ഇല്ല. അമ്മയോട് ചോദിച്ചു, അമ്മയോട് ഇവൻ ചോദിച്ചു എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അമ്മ പറഞ്ഞു, എനിക്കൊന്നും പറയാനില്ല മോനെ, ഞാനെന്ത് ചെയ്യാനാ, എനിക്കൊന്നും ചെയ്യാനില്ല എൻ്റെ കയ്യിൽ. അവൻ പറഞ്ഞു, പെങ്ങന്മാരോട് പറഞ്ഞു, ഒറ്റ കാര്യം, ഞാൻ ഈ കല്യാണത്തിന് അനുകൂലമല്ല. സഭ പറയുന്ന പോലെ, നാട്ടു നടപ്പ് പോലെ, പാരമ്പര്യം പോലെ കുടുംബ ബന്ധങ്ങളിൽ ആലോചിച്ച് ഉറപ്പിച്ച് നടത്തുന്ന വിവാഹം ചെയ്തു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് അതിനുള്ള വസ്തുവകൾ തന്നുവിടാം. നിങ്ങൾ കണ്ടെത്തിയതാണെങ്കിൽ നിങ്ങൾ തന്നെ പരിഹരിക്കുക, നിങ്ങൾ ഉപേക്ഷിക്കുക. കറക്റ്റാണോ കൊച്ചു പറഞ്ഞത്?
ആണോ? അതെ അതെ. അവൻ പറഞ്ഞു ഞാൻ ഇതാ പറയുമോന്ന് വെച്ചാൽ, പക്ഷേ ആ തീരുമാനം കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് വന്നത്. സാധാരണ ഇനി അവൻ പറഞ്ഞ പ്രകാരമാണ്, അച്ഛാ ഈ ബന്ധങ്ങളിൽ ഇടവകയിലെ സംഘടനയിൽപ്പെട്ട എല്ലാവർക്കും അറിയാം അച്ഛാ, KCYMലെ എല്ലാ അംഗങ്ങൾക്കും അറിയാം, ഇടവകയിലെ വികാരിക്ക് അറിയാം, ഇടവകയിലെ സന്യസ്തർക്ക് അറിയാം. അറിയാത്തത് ഒരാൾ മാത്രമേ ഉള്ളൂ അച്ഛാ, എൻ്റെ വീട്ടിലെ മാതാപിതാക്കന്മാർക്ക് അറിയാം, അറിയാത്തത് ഞാൻ മാത്രം. അച്ഛനറിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അവിടെ ഇടവയിൽ ഇരുത്തില്ല. അല്ലേലിയ. ഞാൻ എനിക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണ്, അവിടെ പിള്ളേർ പാക്ക് പാൻപരാഗിന് സമരത്തിന് പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് വലിച്ചിട്ട സമരത്തിന് പോയത്. ഇത് കയ്യിൽ പിടിച്ച് വലിച്ചിട്ടാണ് പാക്ക് പാൻപരാഗിന് നെന്മാറ ഇടവകയിൽ നെന്മാറ ഭാഗത്ത് മേലാർക്കോട് ഫോർവേനയുടെ ഒരു മീറ്റിങ്ങിന് പോയത്. ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ വേണ്ടി കഴിഞ്ഞാൽ ഇതുങ്ങളെല്ലാം കൂടി എൻ്റെ മക്കിട്ട് കയറും. കാരണന്മാർ ചോദിക്കുക എന്തിനാ അച്ഛാ ഈ വേണ്ടത്തെ പരിപാടിക്ക് പോയെന്ന് ചോദിക്കുക. അല്ലേ? അച്ഛന്മാരുടെ കൂടെ നിൽക്കാൻ ആളുകളുണ്ടെങ്കിൽ ഇടവകൾ വിശദീകരിക്കപ്പെടും അല്ലേ? അതുകൊണ്ട് തുടർന്ന് പറയുന്ന വചനത്തിൽ അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വചനത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ, വിശ്വാസത്തിനെതിരായിട്ട്, വിശുദ്ധിക്കെതിരായിട്ട്, നന്മയ്ക്കെതിരായിട്ട്, ജീവിത വിശുദ്ധിക്കെതിരായിട്ട്, അല്ലെങ്കിൽ മരിക്കുമെന്ന് പറഞ്ഞാൽ അതെന്താണ്? ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് എതിരാണ്. ആ വ്യക്തിയെ നിങ്ങൾ പോരാടേണ്ടത്, ആ വ്യക്തിയെ നിങ്ങൾ യുദ്ധം ചെയ്യേണ്ടത്, ആ വ്യക്തിയിലുള്ള തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യേണ്ടത്. ആ വ്യക്തിയല്ല പാപം. ആണോ? ആ വ്യക്തിയിൽ കടന്നു വന്നിരിക്കുന്ന ഒരു തിന്മയുണ്ട്. ആ തിന്മ, അതുകൊണ്ടാണല്ലോ പത്രോസിനെ ശെമയോനെ എന്ന് വിളിക്കുമ്പോൾ ഈശോ പറയുന്ന നീ പിശാചാണെന്ന് പറയണേ. അവനെന്ത് ചെയ്തു? ഈശോ പ്രാർത്ഥിച്ച് കൂടെ നടത്തി അവനെ പാറയാക്കി മാറ്റി. നമ്മുടെ വീട്ടിൽ നമ്മുടെ തലമുറ, അടുത്തൊരു തലമുറ വളരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കുട്ടികളെ കൂടെ നിർത്തി പ്രാർത്ഥിച്ച് അവർ തെറ്റുകൾ ചെയ്യുമ്പോൾ തിരുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിച്ച് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുണ്ടാവുമെന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് തിന്മ വിട്ടുപോകും. തുടർന്നുള്ള വചനത്തിൽ പറയാണ്, യെശയ്യാ പ്രവചനത്തിൽ, സംഭ്രമിക്കേണ്ട, നീ പേടിക്കേണ്ട, നിനക്ക് വേണ്ടി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. അല്ലേ? ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. എന്റെ വിജയകരമായ വലത്ത് കൈ, എന്റെ വിജയകരമായ വലത്ത്. കർത്താവാണ്. കർത്താവ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ, തിന്മയുടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നീ വിജയിച്ചിരിക്കും. എത്രയോ കുട്ടികളോട് ആത്മഹത്യ ചെയ്യാമെന്ന കുട്ടികളെ കൊണ്ടുവരാൻ പറയും, ബന്ധിക്കും. കുട്ടികൾ ബന്ധനം ഉപേക്ഷിക്കും എന്ന ആത്മഹത്യ പ്രവണതയിൽ വിട്ടു. പ്രേമബന്ധം 100-400 മിശ്രവാ കുട്ടികളെ കൊണ്ടുവന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ചുരുക്കം കുട്ടികൾ അതിൽ നിലനിന്നു, അത് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. കാരണം എന്താ? ആ കൊച്ചിൻ്റെ തലമുറ ഇല്ലാതാകും. 4-5 ലവ് ജിഹാദ് കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആ കൊച്ചിൻ്റെ തലമുറ ഇല്ലാതാകാൻ വേണ്ടി. അക്രൈസ്തവർ വേറെ മതത്തിൽപ്പെട്ടവരെ കല്യാണം കഴിക്കാനിരുന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൊച്ചിനോട് പറഞ്ഞു, ഇത് നിൻ്റെ തലമുറ ഇല്ലാതാകും എന്ന് പറഞ്ഞാൽ, മിശ്ര വിവാഹം കടന്നു വന്നാൽ, ലവ് ജിഹാദ് കടന്നു വന്നാൽ ദേശത്ത് എന്തുണ്ടാവില്ല? വിശ്വാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ വിശ്വാസം ഇല്ലാതിരിക്കുക, ഈ നാട് നശിപ്പിക്കുക എന്നുള്ളത് ആരുടെ ടാർജറ്റാ? പിശാചിൻ്റെ ടാർജറ്റ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, തന്നോട് കൂടി ആയിരിക്കുക. 2, നീ വചനം പ്രസംഗിക്കുക. അല്ലേ? എന്നിട്ട് ഈ റോമിലുണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആ കൊച്ചിനെ വലിച്ചുകൊണ്ടേ അവൾ പൂജ ചെയ്തില്ല. രണ്ടാമത് അവളെ വസ്ത്രം മാറ്റാൻ പറഞ്ഞു. വസ്ത്രം മാറ്റാൻ പറഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് അറിയുമോ? കാണാൻ വേണ്ടി നോക്കിയെന്നവൻ്റെ കണ്ണ് അന്ധമായി പോയി. മാത്രമല്ല, വസ്ത്രം വലിച്ചുമ്പോൾ തീരുന്നില്ല, കണ്ണ് അന്ധമായി പോയി. അവളെ കൊല്ലാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അവളെ അപമാനിതേക്കാൻ പറ്റില്ല. വീണ്ടും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഗവർണർ ഓർഡർ ഇട്ടു, അവളെ കഴുത്തെല്ലാം തീയിലിടുക. അവളെ തീയിലിട്ടപ്പോൾ എന്ത്? ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് അവളെ സംരക്ഷിച്ചു. അവിടെ ശരീരത്തിൽ തീ പൊള്ളലേറ്റില്ല. എവിടെ? നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിനെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. ഈ പെങ്കൊച്ചിന് ഒറ്റ കാര്യം ചെയ്താൽ മതി, ഗവർണറിൻ്റെ മോളാണ് അല്ലേ, എല്ലാ സുഖ സൗകര്യമുണ്ട്, എല്ലാ ആഡംബരമുണ്ട്, ഒന്ന് സമ്മതിച്ചാൽ മതി അല്ലേ? അവിടെ ചെയ്തില്ല. അല്ലേലിയ. വീണ്ടും അങ്ങനെ വന്നപ്പോൾ രാജാവിന് ഭയങ്കര, ഈ ഗവർണർക്ക് അവളെന്ത് ചെയ്തു? കഴുത്ത് അറുത്ത് കൊല്ലാൻ പറഞ്ഞു. അവൾ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. ആഗനസ് അങ്ങ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അല്ലേലിയ. അവളെ ഈ വസ്ത്രം മാറ്റാൻ വന്നപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി അന്ധരാക്കി മാറ്റി. അതുകൊണ്ടാണ് വലതുകരം ഞാൻ നിന്നെ പിടിച്ചിരിക്കുന്നു.
ഞാൻ വിജയിച്ച വലതുകരം നിന്റെ കൂടെ ഉണ്ടാകും. അല്ലെലിയാം. വീണ്ടും എന്തുണ്ടായി? അവളെ എന്ത് ചെയ്തു? അവ പൂജയ്ക്ക് കൊണ്ടുപോയി. ചെയ്യാൻ പറ്റിയില്ല, വസ്ത്രം മാറ്റാൻ പറ്റിയില്ല. അവളെ തീയിലിട്ടു. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നു. നാലാമത് അവളെന്ത് ചെയ്തു? കഴുത്തറുത്തു. അവൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഇട്ടു. അവളെന്ന് വിശുദ്ധിയായിട്ട് മാറി. അവളുടെ വിശുദ്ധിയാണ് അവളെ തൊടാൻ പറ്റാതിരുന്നത്. അവിടെ വിശുദ്ധിയാണ് അവിടെ വസ്ത്രം മാറ്റാൻ പറ്റാതിരുന്നത്. അവിടെ വിശുദ്ധിയാണ് വസ്ത്രം മാറ്റുവാൻ നോക്കി നിന്ന മക്കൾ അന്ധരായി മാറിയത്. അവളുടെ വിശുദ്ധിയാണ് തീയിൽ പൊള്ളലേക്കാതിരുന്നത്. അവരുടെ വിശുദ്ധിയാണ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് വിശുദ്ധിയുണ്ടോ? വിശുദ്ധിയുണ്ടോ? ഉണ്ടോ? അല്ലേലിയാം. ഈ വിൻസെന്റ് പള്ളോട്ടി എന്ന് പറയുന്ന വിശുദ്ധനുണ്ട്. ആ വിശുദ്ധൻ എന്താണെന്ന് വെച്ചാൽ പിശാചിനെ പുറത്താക്കുന്ന ശക്തിയുണ്ട്. പഠനകാലങ്ങളിൽ ഒരിക്കലും അവന് ഓർമ്മശക്തി ഉണ്ടായില്ല. പൊട്ടനെന്നും വിഡ്ഢിയെന്നാണ് പറയുന്നത്. പക്ഷേ അവൻ വൈദികനാകാൻ തുടർന്നപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ അവന് കൃപ കൊടുത്തു, അഭിഷേകം കൊടുത്തു. അവൻ പറയുന്നത് ഇപ്രകാരമാണ്: നമ്മൾ 3 കാര്യം ചെയ്യണം. 1, വിജാതീയ മക്കളെ സുവിശേഷം അറിയിക്കണം. അല്ലെങ്കിൽ വിജാതീയ മക്കളെ സുവിശേഷം അറിയിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവും? അവർ അന്ധവിശ്വാസത്തിൽ ദൈവത്തെ അറിയാതെ മരിച്ചു പോകും. എനിക്കിത് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനം രക്ഷ പ്രാപിക്കണം. നമ്മൾ സ്വർഗത്തിൽ എത്തിച്ചേരണം. എനിക്ക് സുഖമായിട്ടെന്നൊരു ഇടവയിൽ 1 കുർബാനയും 2 കുർബാനയും ചൊല്ലി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ഉറങ്ങാവുന്നതാണ്, അല്ലേ? റെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് പള്ളോട്ടി ചെയ്തത് അതിനുവേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു. പിശാചുകൾ കണ്ടാൽ, എവിടെ കണ്ടാലും പള്ളോട്ടി കണ്ട അപ്പോൾ വിട്ടുപോകും. നിങ്ങൾക്ക് ആ കൃപ കർത്താവ് തരും. ആ കൃപ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കേണ്ടത്. നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ ഇടവകയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഏത് പിശാചാണ് നിങ്ങളെ വേട്ടയാടുന്നത്, അതിൻ്റെ കൃപ നിങ്ങൾക്ക് കർത്താവ് തരും. അതിനെ തോൽപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ ശക്തിക്കായിട്ട് നിങ്ങൾ ചോദിക്കണം. അല്ലേലിയാ. 25,000 മുഹമ്മദീരെ ഒറ്റ ദിവസം മാമോദീസ മുക്കിയ ഒരു വിശുദ്ധനുണ്ട്. ആരാ? വിൻസെന്റ് പെരേറ. അല്ലേലിയാ. ഒറ്റ ദിവസം കൊണ്ട് 10,000 25,000 ആണ്. നമുക്ക് ആണ്ട് നോക്കിയാൽ പോലും ഒരെണ്ണം അതിൻ്റെ കൃപയുണ്ട് കർത്താവിൻ്റെ. അതുകൊണ്ട് അവനെ വിജയത്തിൻ്റെ വലതുകരം നിന്നെ പിടിച്ചിരിക്കും. വീണ്ടും പറയാണ്, നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും. നിങ്ങളോട് ഇപ്പൊ ഏറ്റുമുട്ടിക്കൊണ്ടിരിപ്പുണ്ടോ? അല്ലേ? നിങ്ങളോട് ശല്യം ചെയ്യുന്നുണ്ട്. അത് പറയണം, നിങ്ങളെ ദ്വേഷിക്കുന്നവർ, നിങ്ങളോട് ഏറ്റുമുട്ടുന്നവർ, നിങ്ങളോട് ശണ്ട കൂടുന്നവർ ഇല്ലാതാകും. ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും, കണ്ടെത്തില്ല. നിന്നോട് പോരാടുന്നവൻ ശൂന്യനായി മാറും. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഇസ്രായേലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കർത്താവ് ചെയ്യുന്നു. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. ഇനിയാണ് ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ കൈ പിടിച്ചിരിക്കുന്നത്. അതിൽ നീ വിശ്വസിക്കണം. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ വിമോചകനാണ് നിന്നെ പിടിച്ചിരുന്നത്, അല്ലേ? നിന്നെന്ത് ചെയ്യാണ്? ഇസ്രായേലിന്റെ പരിശുദ്ധനും ആണ് നിന്റെ രക്ഷകൻ. ഞാനല്ല യുദ്ധം ചെയ്യുന്നത്. എൻ്റെ കുടുംബത്തിലെ ജീവിത പങ്കാളിയോട്, എൻ്റെ കുടുംബത്തിലെ മക്കളോട്, എൻ്റെ ജ്യേഷ്ഠന്മാരോട്, എൻ്റെ അയൽവക്കക്കാരോട്, എന്നെ ദേഷിക്കുന്നവരോട്, എൻ്റെ സ്വത്തെടുക്കുന്നവരോട് എനിക്ക് മാനനഷ്ട ഉണ്ടാകില്ല. ഞാനല്ല യുദ്ധം ചെയ്യുന്നത്. അത് ഔസേപിതാ പറഞ്ഞു, ഞാനല്ല യുദ്ധം ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ആത്മാ. എന്നിട്ട് പറയാണ്, ഇനി അവനെ മെതിവണ്ടിയാക്കിയാണ്. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രമുള്ള, നമുക്ക് പല്ലുണ്ട് വായല, ഇതെന്താ മെതിച്ച്, എന്നിട്ട് പറയാ പൊടിക്കും. നീ എന്താ മണ്ണ് കുന്നുകൾ നിരപ്പാകും. എന്നിട്ട് ആ മണ്ണ് പാറ്റി എന്താ പറയാ കാറ്റത്ത് പറന്നു പോകും. അല്ലേലിയാ. എന്നെ മാനസിക രോഗിയായിട്ട് ഒരു കാലഘട്ടത്തിൽ പലരും കണ്ടവരുണ്ട്. എൻ്റെ രോഗം ഈ അലർജിയായിരുന്നു. അതുകൊണ്ട് ഇത് മാനസിക രോഗത്തിന് ടെസ്റ്റ് കൊണ്ടുപോയ അച്ഛന്മാർ പോലും എൻ്റെ ശുശ്രൂഷയിൽ നിന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന അച്ഛനെ മാറ്റിയാൽ ആ അച്ഛനാണ് കൂടുതൽ അച്ഛൻ രോഗിയാണെന്ന് ഇതിൽ ഉറപ്പ്. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ഒരു കാലഘട്ടത്തിൽ ആ അച്ഛനല്ല വിഷയം, എൻ്റെ മേലധികാരമല്ല വിഷയം, അല്ലെങ്കിൽ പൈശാചികമായിട്ട് എന്നെ പീഡിപ്പിക്കുക എന്നുള്ളത് സാത്താൻ്റെ ടാർഗറ്റാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അന്നെന്താ, എന്നെ പീഡിപ്പിച്ചാലാണ് എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്കും പിശാചുണ്ടാവും. നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ ഓരോ വ്യക്തിയെയും
ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാലത്തിൽ പിശാച് പീഡിപ്പിക്കും. എന്തിനാ? വിശ്വാസം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. വിശ്വാസം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. അല്ലെങ്കിൽ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ അച്ഛൻ്റെ മുഖം മാറിപ്പോയി. റിസൾട്ട് വന്നപ്പോൾ ആ റിസൾട്ടിലുണ്ട് അച്ഛന് രോഗമുണ്ടെന്നുണ്ട്. ഞാൻ മാനസിക രോഗത്തിൻ്റെ ഇതിന് ചെല്ലുമ്പോൾ ഒരച്ഛൻ്റെ അടുത്ത് ചെല്ലുന്നത്, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് എന്നോട് പറയേണ്ടതെല്ലാം കയറി പറഞ്ഞിട്ട് അത് എന്നോട് പറയും. ഞാൻ വീണ്ടും കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾ കയറും, അതൊന്ന് അധികാരികളോട് പറയും. അപ്പോൾ ഞാൻ ഈ ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം, ആൾ റിസൾട്ട് കഴിഞ്ഞ് മാറ്റിയെടുത്തപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ആ അച്ഛനെക്കുറിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായമില്ല, വേഗം വേറൊരു ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. ഞാൻ ജൂബിലി മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഇത് ശാരീരിക രോഗമാണ്, മാനസിക രോഗമല്ല. പക്ഷേ പിശാചന് ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടത്തിൽ പീഡിപ്പിക്കുക, വിശ്വാസം സ്ഥിരീകരിക്കുന്നത് വരെ അവനെ വേദനിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ? അതെന്തിനു വേണ്ടിയാ? വിശ്വാസം സ്ഥിതി. നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ ഏതെങ്കിലും പിശാച് പീഡയായിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാർ ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. ആ ചേട്ടൻ വിചാരിച്ച മതി, അച്ഛാ എന്നെ കൊല്ലാണെങ്കിൽ കൊല്ലട്ടെ, ഞാൻ വിശ്വാസത്തിന് വേണ്ടി മരിക്കുകയാണ്. ഭാര്യയുടെ കൈ കൊണ്ട് മരിക്കുകയാണെങ്കിൽ ഗുണമല്ലേ? ആണോ? നിങ്ങൾ ചിരിക്കുകയാണ്. അച്ഛനത് പറയാം, വിഷമം ഇനി ഞങ്ങളറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? എന്താണ്? ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. ജീവിത പങ്കാളി മാനസാന്തരപ്പെടാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? യുദ്ധം ചെയ്യണം. നിൻ്റെ കൂടെ ആരുണ്ടാവും? നിൻ്റെ വലതുകരം ദൈവം പിടിച്ചിരും. വിമോചകനായ കർത്താവ് പറയുന്നു, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ, നിൻ്റെ അയൽവക്കക്കാർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ, നിൻ്റെ അപ്പനും അമ്മയും വേർപിരിഞ്ഞിട്ട് യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്രൈസ്തവർ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിന്നെ എന്തിനാണെന്ന് വെച്ചാൽ വിശ്വാസം സ്ഥിരീകരിക്കുന്ന ക്ലിഷ്ടമാർഗത്തിലൂടെ നയിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവൻ നിന്നെ ഭയവും ഭീതിയും ഉളവാക്കും. വിശ്വാസം സ്ഥിരീകരിച്ച് കഴിയുമ്പോൾ പീഡിപ്പിക്കും, ശാസനകൾ വഴി പരീക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം നേർവഴി കാണിച്ചു തരും. എല്ലാ ജീവിതത്തിലും പിശാചിൻ്റെ ഒരു പീഡനം ഉണ്ടാകും, ഇല്ലാതിരിക്കില്ല. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ രണ്ടാളും വിവാഹ ജീവിതം കഴിയുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ഒരു വിശുദ്ധ ജീവിതം. അപ്പോൾ അയൽക്കാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, ഇടവക്കാരുണ്ടാവും. ഹല്ലേലൂയ, ഇടവക്കാരുണ്ടാവും. ഏതെങ്കിലും ഏത് വിശുദ്ധന്മാരുടെ ജീവിതം എടുത്ത് നോക്കിയോ, ഒരു പീഡനങ്ങളില്ലാതെ കടന്നു പോകില്ല. വിശ്വാസം സ്ഥിരീകരിക്കണമെങ്കിൽ നമ്മളെ പരീക്ഷിക്കും. ഹല്ലേലൂയ. ഇന്ന് ആ അച്ഛന്മാരാണ് ശുശ്രൂഷയിൽ എൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. കാരണം എന്താ? ഒരു കാലഘട്ടത്തിൽ അവർക്ക് എന്നെ മനസ്സിലായി, അച്ഛന് പൈശാചികമായ പീഡയായിരുന്നു. അതുകൊണ്ട് ആ ശുശ്രൂഷയിൽ കർത്താവ് അത്ഭുതം നൽകുന്നു. ഞാൻ ആ കാലഘട്ടത്തിൽ മരിച്ചു പോയിട്ടുണ്ടായെങ്കിൽ ആണോ? ഒരു പിശാചിൻ്റെ പരീക്ഷണം വന്ന് മരിച്ചു പോകാം അല്ലേ? എന്താ? എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു ചോദ്യം എന്തായിരിക്കും? എന്തിനാ ജീവിക്കുന്നത് അല്ലേ? എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നും എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യ ചെയ്താൽ എങ്ങോട്ടാണ് പോകുന്നത്? നരകത്തിലേക്ക് പോകണേ അല്ലേ? അപ്പോൾ ആത്മഹത്യ ചെയ്യാതെ പോകുന്നതല്ലേ നല്ലത്? ആണോ? അതുകൊണ്ട് യെശയ്യാ പറയുന്നത്, നിന്നെ മിതിവണ്ടിയാക്കും, പൽചക്രമുണ്ടാകും, നീ കുന്നുകൾ ഇടിച്ചു പൊടിക്കുന്നത് പോലെ നീ ചെയ്യും, നിന്റെ ശത്രുക്കളുടെ മേൽ നീ വിജയം ആഘോഷിക്കും. അല്ലേ? ഹല്ലേലൂയ. കർത്താവ് അതിനു വേണ്ടി നിനക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ കൂദാശകൾ നീ സ്വീകരിക്കുകയാണ്. വിശുദ്ധ കുർബാനയും വിശുദ്ധ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുമ്പോൾ നിൻ്റെ ശരീരം മിതിവണ്ടിയെ തീരും. നിൻ്റെ ശരീരം പല്ലുള്ള ചക്രമായിട്ട് മാറും. നിൻ്റെ ശരീരം എന്താ? നിൻ്റെ ശരീരത്തിൽ തിന്മ കാണുമ്പോൾ അവൻ ഓടിപ്പോകും. പള്ളോട്ടിയെ കാണുമ്പോൾ തിന്മാണ് ഓടിപ്പോവുകയാണ്. വിൻസെൻ്റ് പെറേർ അല്ലെങ്കിൽ സത്യൂർണസിനെ കാണുമ്പോൾ ഒരിക്കലും ഒരു അന്ധകാരശക്തി അവിടെ എത്തില്ല. കാരണം എന്താ? അവയെ ഈ പാമ്പിനെ കൊല്ലാൻ കഴിവുള്ളവർ വന്നാൽ പാമ്പ് എന്ത് ചെയ്യും? ഓടിപ്പോവും. കൃപയുള്ളവൻ. ഞാൻ കൊച്ചെറുപ്പത്തിൽ കണ്ടതാണ്. ഞങ്ങളുടെ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്തൊരു പാമ്പ് വന്നിട്ട് എല്ലാവരും വന്നിട്ട് പാമ്പ് അവിടെ നിന്നു.
കണ്ണ ഒരു 10, 50, 100 ആളുണ്ട്. ഒരു ചേട്ടൻ വന്ന വഴി എന്ത് ചെയ്യുന്നു, ഞാൻ പാമ്പ്. കാരണം അത് അവനെ കൊല്ലാനുള്ള കൃപ, ആ പാമ്പിനെ കൊല്ലാനുള്ള കൃപ, ആ കൃപ വേണം. ഇത് യുദ്ധക്കളമാണ്. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് തിന്മയോടാ? അന്ധകാര ശക്തികളുടെ തിന്മയുടെ. എൻ്റെ ഭാര്യ ഒരു തിന്മയല്ല, എൻ്റെ മക്കളൊരു തിന്മയല്ല, എൻ്റെ ദേശത്തെ ഇടവകക്കാരൊരു തിന്മയല്ല, അയൽവക്കക്കാരൊരു തിന്മയല്ല. പക്ഷേ അവനിലൂടെയാണ് അന്ധകാര ശക്തി കയറി നമ്മളെ ആക്രമിക്കുന്നത്. തിരിച്ചറിയാനുള്ള വിവേകവും വിശ്വാസം. അതുകൊണ്ട് എന്താണ്? ഭയപ്പെടരുത്, സംഭ്രമിക്കരുത്. എന്ത് ചെയ്യണം? നമുക്കെതിരെ ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങി നമുക്ക് യുദ്ധം ചെയ്യും. എഴുന്നേറ്റ് നിൽക്കുക. ഇല്ലേ? അതുകൊണ്ട് എന്താണ്? ഒരു ദിവസം 200 പ്രാവശ്യമെങ്കിലും ഡെലിവറൻസിൻ്റെ വചനങ്ങൾ ഉച്ചരിക്കണം. ഒരു ദിവസം ഇവിടെ ഒരു കേസുണ്ടായി, മരിയ നഗർ. ആ ചേച്ചിയുടെ പേരിൽ കേസ് കൊടുത്തിരിക്കുക, സ്ഥലത്തിൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുക. ആ ചേച്ചി 5 കൊല്ലം, ഒരു 50 കൊല്ലത്തിൻ്റെ വേദനയിലെ കേസ് പോയത്. ആ ചേച്ചി ഇവിടെ എല്ലാ ദിവസവും വരും, പ്രാർത്ഥിക്കാൻ പറയും. അവസാനം ചേച്ചി പറഞ്ഞു സ്ഥലം വിറ്റേക്കാം. ഭർത്താവ് മരിക്കുന്നതിന് ഭർത്താവും പറഞ്ഞു, പിള്ളേരും പറഞ്ഞു വിൽക്കാം. ഞാൻ പറഞ്ഞു വേണ്ട, നിങ്ങൾ യുദ്ധം ചെയ്യുക, വചനം ഉച്ചരിക്കുക, പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു. പിന്നീടും ഇതിനെ യുദ്ധം ചെയ്യാണ്. ഈ അടുത്ത കാലത്ത് എന്തുണ്ടായെന്ന് വെച്ചാൽ ആ കേസ് എതിർ പാർട്ടി പിൻവലിച്ചു. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി. പിൻവലിച്ച് കഴിഞ്ഞിട്ടും അവർ പറയാണ്, നേരിട്ട് വന്നിട്ട് പറയാണ്, ഞങ്ങൾ സർക്കാർ ആളുകളെ കൊണ്ടുവരും, സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ ചേച്ചിയോട് പറഞ്ഞേ, ചേച്ചി പറയുക ഞാനൊരു വിധവയാണ്. വിധവയാണെങ്കിൽ കേസ് അതോടുകൂടി എല്ലാം തീർന്നു. ചേച്ചി ഇവിടെ ഒന്ന് പറയാം, അച്ഛാ വലിയ സന്തോഷമായി. 50 വർഷം യുദ്ധം ചെയ്തതുപോലെയാണ് 5 വർഷം ഞാൻ ആ കേസിനോട് യുദ്ധം ചെയ്തത്. അച്ഛൻ പറഞ്ഞതുകൊണ്ട് വിശ്വസിച്ചു. അല്ലെങ്കിൽ ഞാൻ പണ്ടേ സ്ഥലം വിറ്റ് ആ മേഖലയിൽ നിന്ന് വിട്ടുപോയേനെ. വിൽക്കാൻ നോക്കി, ആരും മേടിക്കുന്നില്ല. വിൽക്കാൻ നോക്കി, ആരെയും കൊണ്ട് മേടിപ്പിക്കില്ല. പക്ഷെ ദൈവത്തിൻ്റെ ദൂതനിറങ്ങി. ഇതൊരു കെട്ടുകഥയല്ല. നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്ക്, അല്ലേ? യൂട്യൂബിൽ കയറി നിങ്ങളെന്ന് പ്രാർത്ഥിക്കാൻ പറ്റണം. നിങ്ങളെ തിന്മ ആക്രമിക്കാം, നിങ്ങൾ അന്ധകാര ശക്തി ആക്രമിക്കാതിരിക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് നിങ്ങൾ ഇരിക്കണം, അല്ലേ? കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം, വചനം കേൾക്കണം, വചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കണം. മൂന്നാമത് എന്താ? കർത്താവിൻ്റെ ഡെലിവറൻസ് ആണ് വചനം, അല്ലേ? കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്താം. കർത്താവേ, എൻ്റെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന എൻ്റെ ശരീരത്തെ അങ്ങയുടെ ബലിവണ്ടി പോലെയാകെ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാക്കി എന്നെ മാറ്റണമേ. എൻ്റെ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായ യേശു ക്രിസ്തുവേ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ഇറങ്ങി വരണമേ. നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങൾ പീഡ അനുഭവിക്കുന്ന, നിങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അവനൊരു തിന്മയുണ്ട്, അവനൊരു അന്ധകാര ശക്തിയുണ്ട്, അവനൊരു പൈശാചിക പീഡയുണ്ട്. അതിനെ തോൽപ്പിക്കാൻ വേണ്ടി നിന്റെ ദൂതൻ, നിന്റെ ദൈവം നിന്റെ കൂടെ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി നിനക്ക് മുമ്പേ അവൻ ഇറങ്ങും. അവൻ നിനക്ക് മുമ്പേ ഇറങ്ങി യുദ്ധം ചെയ്യും. തിന്മയുടെ ശക്തിയുള്ള നീ ഒറ്റ വാക്ക് വിളിച്ച മതി, നീ ഒറ്റ ശബ്ദം വിളിച്ച്, കർത്താവേ അങ്ങ് ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ കർത്താവേ. അങ്ങ് ഇറങ്ങി വന്ന് എൻ്റെ കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യണമേ കർത്താവേ. എൻ്റെ മക്കളോട്, എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ ദേശത്തെ എന്നെ പീഡിപ്പിക്കുന്ന വ്യക്തികളോട്, എന്നെ ദ്രോഹിക്കുന്ന വ്യക്തികളോട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല കർത്താവേ. അതൊരു വ്യക്തിയല്ല, അവനിലൂടെ ഒരു തിന്മയാണെന്ന് തിരിച്ചറിയുന്നു കർത്താവേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങ് പറയുന്നത് പോലെ, യെശയ്യാ പ്രവാചകൻ പറയാണ്, നീ കർത്താവിന്റെ വലതുകരം നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടരുത്, നീ സംഭ്രമിക്കരുത്, നീ വിഭ്രാന്തി വേണ്ടരുത്. നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഉയർത്തി അവനെ വിളിക്കട്ടെ, കർത്താവിനെ വിളിക്കട്ടെ, കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിക്കട്ടെ. കണ്ണുകളടച്ച് വിളിക്കട്ടെ, സ്വരമെടുത്ത് സ്തുതിക്കട്ടെ. നിങ്ങളുടെ പീഡകളെ ഉണ്ട്, നിങ്ങളുടെ സഹനങ്ങളെ ഉണ്ട്, നിങ്ങളുടെ തകർച്ചകളെ ഉണ്ട്, രോഗപീഡകളെ ഉണ്ട്, കുടുംബ ഭിന്നതകളെ ഉണ്ട്, കുടുംബ കലഹങ്ങളെ ഉണ്ട്, മക്കൾ തമ്മിലെ വഴക്കിനെ ഉണ്ട്. സ്തുതിക്കട്ടെ. മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന ആ വേദനകൾ കണ്ണുനീരായിട്ട് സ്വർഗത്തിലേക്ക് ഉയരട്ടെ. മനസ്സിൽ കെട്ടിക്കിടക്കുന്ന നൊമ്പരങ്ങൾ സർവശക്തനായ ദൈവത്തിലേക്ക് ഉയരട്ടെ.
കണ്ണുകളടച്ച് മരുഭൂമി നെഞ്ചോട് ചേർത്ത് കൈകൾ വെച്ച് ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ തീച്ചുള സിംഹക്കുഴി തീച്ചുള സിംഹക്കുഴി കണ്ണുകളടച്ച് കർത്താവേ പൊട്ടക്കിണർ മരുഭൂമി ജയിലറയീർച്ചവാളോ മരണമോ വന്നിടട്ടെ നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ